സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ചൊരിയപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളാണിത്. വിശുദ്ധവാരത്തിലെ ദുഃഖ വെള്ളിയാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. അതെ, നമ്മൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കുന്ന, ഒപ്പം ഏകജാതനെ പ്രതി എന്നതുപോലെ അവനെ ചൊല്ലി കരയുന്ന ദിനമാണ്. അതെല്ലാം അപ്പുറത്ത് നമ്മുടെ പാപങ്ങളെ പ്രതി കരയുന്ന ദിനമാണ്. നമുക്ക് വേണ്ടിയാണ് അവൻ മുറിവേറ്റത്, നമുക്ക് വേണ്ടിയാണ് അവൻ ക്ഷതമേറ്റത്, നമ്മുടെ അടികളാണ് അവൻ സ്വന്തം ദേഹത്ത് വഹിച്ചത്. ദുഃഖ വെള്ളിയാഴ്ച യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം നീങ്ങിപ്പോയതിൻ്റെ സന്തോഷ ദിനം കൂടിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് ഈ വെള്ളിയാഴ്ചയെ വിളിക്കുന്നത്. നിങ്ങളെ ഞാൻ ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ. അതെന്താ അർത്ഥം? തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി സജീവവും ആയ പാത തുറന്നു തന്നിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തെ വിരി എന്ന് വിളിക്കുന്നത് എന്താണാവോ? ഒരുപക്ഷെ പരിഭാഷ കുറച്ചുകൂടി തിരശീല എന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ അത് പുതിയ പരിഭാഷയിൽ, പുതിയ റിവിഷൻ, പരിഷ്കരിച്ച POC പതിപ്പിൽ അങ്ങനെ തന്നെയാണ്. കാരണം സുവിശേഷങ്ങളിൽ യേശു കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന നേരത്ത് ജെറൂസലേമിലെ ദേവാലയത്തിലെ തിരശീല നെടുവെ കീറിപ്പോയി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന തിരശീല എന്ന അതേ പദം തന്നെയാണ് ഹെബ്രായർ 10:20 ഉപയോഗിച്ചിരിക്കുന്നത്. കത്തപ്പേത്തസ്മ എന്ന ഗ്രീക്ക് വാക്ക്. യേശുവിൻ്റെ ശരീരവും തിരശീലയും തമ്മിൽ എന്തു ബന്ധം? ജെറുസലം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിനു മുൻപിലായി ഇട്ടിരുന്ന ആ വിരിയാണ് തിരശീല. അതിൻ്റെ അർത്ഥം വാഗ്ദാന പേടകമിരിക്കുന്ന ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് ഒരാൾക്കും പ്രവേശനമില്ല. വർഷത്തിലൊരിക്കൽ, അതും പ്രധാന പുരോഹിതന് മാത്രം, പാപപരിഹാര ദിനത്തിൽ മാത്രം പ്രവേശനം. തിരശീല നോ എൻട്രി എന്നതിൻ്റെ അടയാളമായിരുന്നു. ദൈവത്തിലേക്ക് മനുഷ്യന് പ്രവേശനമില്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീല. എന്താണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്നത്? യേശയ്യ 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ എന്നെയും നിങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നു, വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രതീകമാണ് തിരശീല. പക്ഷേ ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ
തിരശീലയോട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ് ലേഖകൻ. എന്താണ് അതിൻ്റെ അർത്ഥം? സുവിശേഷങ്ങളിൽ ഈശോ കുരിശിൽ പിടഞ്ഞു മരിച്ച് ആ ശരീരം കുരിശിൽ നിർജീവമായി തീർന്നപ്പോഴാണ് ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിപ്പോയത്. പാപം നീങ്ങിപ്പോയതിൻ്റെ സൂചനയാണത്, അടയാളമാണത്. അങ്ങനെയെങ്കിൽ ജീവനുള്ള, കുരിശിൽ കിടക്കുന്ന ജീവനുള്ള ആ ശരീരം, യേശുവിൻ്റെ ശരീരം, അതായിരുന്നോ പാപം? മനുഷ്യകുലത്തിൻ്റെ പാപങ്ങളെല്ലാം, സകല മനുഷ്യരുടെയും പാപങ്ങളെല്ലാം, ആദം മുതൽ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെയും പാപങ്ങളെല്ലാം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അങ്ങനെ യേശുവിൻ്റെ ശരീരം പാപത്തിന് താദാത്മ്യമായി മാറി. യേശുവിൻ്റെ കുരിശിൽ കിടക്കുന്ന, ജീവനോടെ കിടക്കുന്ന ശരീരം സമം മനുഷ്യകുലത്തിൻ്റെ പാപം എന്നായി മാറി. വെറുതെയല്ല കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ, അതായത് പാപിയല്ലാത്തവനെ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവനെ, ഏക മനുഷ്യനാണ്, സ്വന്തം മെറിറ്റ് കൊണ്ട് ഒരു പാപം പോലും ചെയ്യാത്തവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? വളരെ വ്യക്തമാണ്, പരമപരിശുദ്ധനായ തമ്പുരാൻ കർത്താവ്. പക്ഷേ ആ പരമപരിശുദ്ധൻ, പാപമറിയാത്തവൻ, നമ്മുടെ എല്ലാവരുടെയും പാപം ഏറ്റെടുത്ത് പാപമായിത്തീർന്നു. ആ ശരീരം പാപം നശിപ്പിക്കപ്പെടേണ്ടതാണ്, പാപി രക്ഷിക്കപ്പെടേണ്ടവനും. യേശുവിൻ്റെ ശരീരം പാപം എന്ന രീതിയിൽ കണ്ടാൽ നോക്കൂ, അത് നശിപ്പിക്കപ്പെടുക തികച്ചും ന്യായമാണ്. എന്നാൽ പാപി രക്ഷിക്കപ്പെടേണ്ടവനാണ്. യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നമ്മൾ ഇന്ന് നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽപ്പിൽ നമ്മൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? യേശുവിൻ്റെ ശരീരം നമ്മൾ കണ്ടു, കുരിശിൽ ജീവനോടെ കിടക്കുന്ന ശരീരം. ആ ശരീരത്തെ തിരശീല എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖനകർത്താവിനെ നമ്മൾ കണ്ടു. യേശുവിൻ്റെ കുരിശിലെ യേശുവിൻ്റെ ശരീരം നിർജീവമായപ്പോൾ, കുരിശിൽ ഈശോ മരിച്ചപ്പോൾ ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിപ്പോയത് നമ്മൾ കണ്ടു. ഇതെല്ലാം വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നത് ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ പാപികളായ നമുക്ക് സംലഭ്യമായ വലിയ പാപമോചനവും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശന അനുമതിയുമാണ്. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ചോദ്യം ഇതാണ്: നമ്മൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നമ്മൾ നോക്കി നിൽക്കുന്നു? നമുക്കായി വഴിയൊരുക്കിയ ആ തിരശീലയുടെ കീറൽ, ആ മരണം, തിരുമരണം നമ്മൾ നോക്കി നിൽക്കുന്നു? ചോദ്യം ഇതാണ്. നവീനവും സജീവവുമായ ആ പാതയിലൂടെ ഞാനും നിങ്ങളും നടക്കുമോ? ദൈവ ആശ്രയത്തോടെ
സ്നേഹനിർഭരമായ ജീവിതത്തോടെ വിശ്വാസത്തിലാഴപ്പെട്ട് പ്രത്യാശയിൽ വേരൂന്നി പദമൂന്നി ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്ഷാ അനുഭവത്തിൻ്റെ പിൻബലത്തിൽ മുന്നോട്ട് നടക്കുമോ? എങ്കിൽ ഈ ദുഃഖവെള്ളി വെറും നോക്കി നിൽപ്പ് മാത്രമല്ല, അത് ഒരു തീരുമാനത്തിൻ്റെ ദിനം കൂടിയാണ്. അത് വലിയ സ്നേഹത്തിൻ്റെ പ്രഖ്യാപന ദിനം കൂടിയാണ്. എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുച്ചങ്കിൽ നിന്ന് പുറത്തൊഴുകിയ ആ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്താൻ ഇടയാക്കണമേ. എന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ നിന്ന് സമൃദ്ധമായി ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഈ നോക്കി നിൽപ്പ് അർത്ഥവത്തായിത്തീരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.